എന്റെ ലില്ലി ഈ നേരത്ത് നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ വരണില്ലാന്ന്? ചേച്ചി എനിക്ക് വരാൻ ഇഷ്ടമില്ലെന്നിട്ടല്ല, എനിക്ക് തീരെ വയ്യാഞ്ഞിട്ടാണ്. എന്റെ പൊന്നു പെണ്ണെ, നീ വരായിരുന്ന ഒറ്റയ്ക്കായി പോകത്തില്ലേ നീ വയ്യാതെ? പിന്നല്ലാതെ. ഞാൻ അങ്ങനെ ഒറ്റക്കാവുന്ന ഏട്ടനിവിടെ നിന്നോളൂ. നീ വെറുതെ ഇതുപോലെ നീ ഇതുപോലെ വണ്ടി കയറി ഇരുന്നാ പോരെ? ഒന്നും ചെയ്യാതെ ഇതുപോലെ വണ്ടി കയറി ഇരുന്നാ മതി. നീ വണ്ടി ഓടിക്കുന്ന വേറെ ആളുകളല്ലേ? ഓ ഏട്ടാ, കുലുക്കൊക്കെ ആയിരിക്കും, എനിക്ക് ഛർദിക്കാനൊക്കെ വരും. നീ എന്തായാലും ഇത്രയും കേട്ടിട്ട് മിണ്ടാതിരിക്കുന്ന അഭിപ്രായം ഒന്നും ഇല്ലേ? ഞാനെന്തുമുണ്ടാ? നിങ്ങളെല്ലാവരും നാളെ പോകേണ്ടത് ഞാനെന്തിനാ പോണത്? ഞാൻ വരുന്നില്ല. ഞങ്ങളോട് നിങ്ങൾ പറഞ്ഞ നിങ്ങളെല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ 2 ടിക്കറ്റ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്താ, അല്ലെങ്കിൽ എപ്പോഴും കിണിരാജ പറഞ്ഞു വരണാണല്ലോ. അപ്പൊ ഞങ്ങൾ വന്നോണ്ടല്ലേ അറിഞ്ഞു. അല്ല നീ പണ്ട് പോയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് നിന്നെ ഞാൻ വിളിക്കാതിരുന്നത്. അമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനിയിപ്പോ എന്തായാലും എവളെന്തായാലും വരുന്നില്ല, പിന്നെ എനിക്കും പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ 2 സീറ്റ് ഒഴിവടക്കല്ലേ, അമ്മാവൻ അമ്മയ്ക്ക് കയ്യിൽ കയറുന്ന കയറി പോയ പോരെ? കാര്യം പറഞ്ഞോട്ട്, എനിക്ക് നാളെ ചിലപ്പോഴേ വരാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സുലു പറഞ്ഞെങ്കിൽ അവളെ കൂടെ കൂട്ടിക്കും. സുലുവിനെ കൊണ്ടാൻ തമ്പിയണ്ണനുണ്ട്, നിങ്ങൾ സുലുവിനെ ഒഴിഞ്ഞു കൊടുക്കേണ്ട ഒഴിഞ്ഞു കൊടുത്തല്ലേ, പാർട്ടിയിൽ ഇപ്പൊ ഒരു ഫോൺ വന്ന് നാളെ ചിലപ്പോ അടിയന്തരമായ 1-2 ആവശ്യങ്ങളുണ്ട്, ചിലപ്പോ നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യടാ, നീയും പോണില്ല ലില്ലിയും പോണില്ല, അവനും ഇല്ലെങ്കിൽ പോക്കാണ്ട് ക്യാൻസൽ ചെയ്തോളാം. ഞാനതാ പറഞ്ഞത്, നമ്മൾ ഈ കൂട്ടത്തിൽ കൂടണ്ട, നമുക്കെല്ലാവരും കൂടെ കുടുംബമായിട്ട് ഒരു ട്രിപ്പ് പോവാന്ന് ഞാൻ അങ്ങനെ മനസ്സിൽ ഉദ്ദേശിച്ചത്. പിന്നെന്തിനാ നീ ബുക്ക് ചെയ്തത്? എനിക്ക് വയ്യാഞ്ഞിട്ട് ഏട്ടാ ഞാൻ വരാത്തത്, വെറുതെ ലില്ലിനെ പറയല്ലേ. ഒരു കഷ്ടമാണിത്. ഏതൊരു നല്ല കാര്യം തുടങ്ങിയാലും അവിടെയൊക്കെ തടസ്സമാണ്. ഞാൻ എന്റെ ഭഗവാനെ കണ്ട് ഞാനൊന്ന് തൊഴാന്ന് എന്റെ മനസ്സിൽ ഞാനൊന്ന് ആഗ്രഹിച്ചു പോയി. ഞാൻ മര്യാദയ്ക്ക് പറയാണ്, അവനും അവളും വരുന്നില്ലെങ്കിൽ വരണ്ട, ബാക്കി എല്ലാവരും എന്റെ കൂടെ വന്നിരിക്കണം, എന്നെ കൊണ്ടുപോകണം, ഭഗവാനെ കാണണം, എനിക്ക് തൊഴണം. അമ്മ ഞാനേ പാർട്ടിയുടെ കാര്യം കൊണ്ടാണ് വരണ്ടെന്ന് പറഞ്ഞത്, അല്ലാതെ വേറെ മനഃപൂർവ്വം. പാർട്ടിയിൽ എന്തും പുഴുങ്ങി വെച്ചേക്കാണ് അവിടെ. ഈ നാളെ ഒരു ദിവസം നേരത്തെ പറഞ്ഞല്ലേ ക്ലീറ്റോ ഇത്? അതെ, നീ ഇല്ലെങ്കിൽ ഞാനും ഇല്ലാട്ടാ. അതങ്ങനെ നീ വേണം, അല്ലെങ്കിൽ അവൻ വേണം, അല്ലെങ്കിൽ ഞാൻ. എന്റെ അവസ്ഥ ഇതായതുകൊണ്ടല്ലേ പറഞ്ഞത്, അവനെ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതെ, ഞാനേ ഒന്നാമത് എനിക്ക് റെസിഡൻസിലെ കുറെ മരമോന്തകളുണ്ട്. അവന്മാരെ മോന്ത കാണുമ്പോ തന്നെ എനിക്ക് അവന്മാരെ ഒരു ചിരിയാണ് എന്നെ കാണുമ്പോ. അയ്യോ, ഇതെന്തൊരു പറച്ചില്? എടാ, ചിരിക്കുന്നത് നല്ലതല്ലേ അമ്മ? ഇത് ആ ചിരിയല്ല, പിന്നെ ആക്കിച്ചിരി. ഞങ്ങളെ ആരെയും കാണുമ്പോ ആരും ആക്കി ചിരിക്കുന്നില്ലല്ലേ? നിന്റെ മാത്രം എന്ത് അസൂയ, എന്നോടുള്ള അസൂയ. ഒരുത്തനെ എന്റെ അത്രയും വളർന്നില്ലല്ലോ, ഈ റെസിഡൻസിൽ ആരും ഇല്ലല്ലോ അങ്ങനെ 10 ആളറിയുന്ന. അതിന്റെ അസൂയ. പിന്നെ പൊന്നു ക്ലീറ്റോ, അവരൊക്കെ എത്തേണ്ടടുത്ത് എത്തിയിരിക്കാൻ ആർക്കും അസൂയില്ല. മര്യാദ അമ്പലത്തിൽ വരാൻ ഞാൻ കാര്യം ചോദിക്കട്ടെ, നീ ഇനിയിപ്പോ ഈ യാത്രയുടെ പേരിൽ വല്ല ഉടായ്പ നടത്തി അവരെന്ന് കാശ് പറ്റിച്ചിട്ടുണ്ടോ? അമ്മാവ എന്താണ് അമ്മാവ പറയണത്? അങ്ങനെ സംസാരിക്കണത് ദൈവികമായ ഒരു പരിപാടിയാണ്. അങ്ങനെയൊന്നും ഇല്ല, അതുകൊണ്ട് ചോദിച്ചതേ. നീ കൂടുതലായിട്ട് ഉണ്ടാക്കല്ലേ, നീ വരണില്ലല്ല. ഇത് മറ്റേ നമ്മളന്ന് സാമ്രാടി കൂടി പോയില്ലേ, അതുപോലെ. അതെ, വരണില്ല എന്ന് പറഞ്ഞ് ഇവിടെ നിന്നിട്ട് ലാസ്റ്റ് അന്ന് വണ്ടി പിടിച്ച് പാതിരാത്രിക്ക് അവിടെ എത്തി. ഇത് അതുപോലെ എത്താനും കൂടി പറ്റൂല. നീ പോകുന്നുണ്ടല്ലേ? ഒരു മണിക്കൂറിനകത്ത് പറയാം. 1 മണിക്കൂർ എന്തിനാണ്? തീരുമാനം ഇപ്പൊ പറയണം. ഒരു അരമണിക്കൂർ സമയം എന്തായാലും വേണം. ഇവൻ വരാതിരിക്കുക, നിങ്ങളെ നോക്കണ്ട. വിളിക്കുന്നു. എന്താണ്? ഇല്ല അല്ലേ? ഓക്കേടാ, ഓക്കെ ഞാൻ ഉണ്ട്. റെഡി ആയിക്കോളി. സാറേ, പോണെങ്കിൽ അത് പോയതൊന്നും നമുക്കുള്ളതല്ല. ഇങ്ങനത്തെ അല്ലാതെ കച്ചവടം നമുക്ക് വേണ്ടെന്ന്. നമുക്ക് വേറെ ആളിനെ നോക്കി അതും കച്ചവടമാക്കാം. ശരി ഓക്കെ. ഓരോരുത്തന്മാരെ വാക്കിന് വിലയില്ലാത്ത കുറെ തെണ്ടികൾ. ആ മുകുന്ദൻ വക്കീലില്ലേ, അയാൾ ഇന്നലെ ഒരു വണ്ടി കൊണ്ട് കാണിച്ച്, ഒരു മറ്റേ ബ്രസ. ഇന്ന് എടുക്കാം, പൈസ എല്ലാം കൊണ്ടുവരാം, ഓക്കെയാണ്, ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. ഇപ്പം നേരെ വെളുത്തപ്പോൾ അയാൾ വിളിച്ചിട്ട് ഒരെണ്ണയൊക്കെ വണ്ടി വേണ്ട തേടി. അത് ചീറ്റി. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഇപ്പം കേരളത്തിൽ ഒരുപാട് പലതരം തട്ടിപ്പുകൾ നടക്കുന്നു. തുണിയുടെ തട്ടിപ്പുണ്ട്, ATM കവർച്ചയുണ്ട്, ഒരു ബാങ്കിൽ നിന്ന് ഒരു ലേഡി 19 കോടി തട്ടിയെന്ന് പറയുന്നു. ഇവരൊക്കെ തട്ടിപ്പുകൾ നടത്തി കോടീശ്വരന്മാരായിട്ടാണ് പിടിവീഴുന്നത്. മച്ചമ്പി ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ വെട്ടുവീഴുക, വീണ്ടും കാലെടുത്ത് നോക്കുക, വെട്ടുവീഴുക. എന്ത് ചീറ്റി പോകാൻ? ഞാൻ എന്ത് ഉടായ്പ കാണിച്ചെന്നാണ് നീ പറയുന്നത്? ഒന്നും കാണിച്ചിട്ടില്ലേ? എന്ത് ചെയ്ത്? അവനെ മെനഞ്ഞാൻ നടന്ന സംഭവം. മെനഞ്ഞാൻ എന്ത് കിടന്നു? ആഴിമല നാളെ പോകാൻ വേണ്ടിയിട്ട് വീഡിയോ കോച്ച് ബുക്ക് ചെയ്താ. അമ്മമാരുടെ 1000 രൂപ റേറ്റ് കൂട്ടി പറയാൻ പറഞ്ഞു.
അത് റെസിഡൻസുകാർ അറിഞ്ഞപ്പോൾ ആ വണ്ടി ക്യാൻസൽ ചെയ്ത് വേറെ വണ്ടി ബുക്ക് ചെയ്ത്. ചുമ്മാ എന്തെങ്കിലും പറയില്ല റൊണാൾഡേ. അതാണെന്ന് അതുകൊണ്ടാണ് ഞാൻ എന്തിനും കമ്മീഷൻ കയറ്റി വെച്ചാൽ അതൊന്നുമല്ല. പിന്നെ അത് അവിടെ ബസ് അവർ നോക്കിയിട്ട് അതിനകത്ത് മറ്റേ ഇങ്ങനെ പുറകോട്ട് തള്ളിയിരിക്കുന്ന സീറ്റില്ല. തള്ളാതെ എല്ലാരും അറിഞ്ഞ് തങ്ക ചേട്ടത്തി അറിഞ്ഞ് അവർ വിളിച്ച് പറഞ്ഞു. ഞാൻ കേട്ടു. ചുമ്മാ അത് ഇതൊക്കെയല്ലേ ഒരു ഉപകാരം ഒരു പട്ടികൾക്കും ചെയ്യരുതെന്ന്. ഇനി ഒരുത്തന്നെ ഞാൻ ഒരു സഹായം ചെയ്യൂല. ചേച്ചി എന്തേ ആ ലിയോളെ എന്തെടി വല്ലാതിരിക്കണേ? തല വെട്ടിപ്പൊടങ്ങണ, ഭയങ്കര തലവേദന. ഗുളിക നിൽപ്പില്ലേ? ഗുളികക്കാ വന്നത്. ചേച്ചി ഇങ്ങോട്ട് വന്ന ഏതാണ്ട് ഇവിടെ വന്ന് ലില്ലിക്ക എന്താടി ഗുളിക കൊണ്ടിരിപ്പുണ്ട് ചേച്ചി, ഭയങ്കര തലവേദന. തലവേദന മാറിയില്ലേ ഇത് ഇതുവരെ? ഇതുവരെ മാറിയിട്ടില്ല. ശരീരവേദനയൊക്കെ ഉണ്ട്, പനിയാണ്. ഒന്നാമത്തെ എങ്ങനെയാ മാറണത്? അമ്പലത്തിൽ വരാൻ പറഞ്ഞപ്പോ അവള് ഈ വേദന എന്ന് പറഞ്ഞ് നീ ഒഴിവായില്ലേ? ശരിക്കും അവിടെ വന്നായിരുന്നു ആ വേദനയൊക്കെ മാറിയേനെ. അത് കൊള്ളാം, വയ്യാതിരിക്കണം. ഞാൻ എങ്ങനെയാ വരുന്നത്? ആരോഗ്യസ്ഥിതി ഓക്കെ ആണെങ്കിലല്ലേ അവള് വരാൻ പറ്റുള്ളൂ. യാത്ര ഗുളികയൊന്നും ഇരിപ്പില്ല. പിന്നെന്താ ഇപ്പൊ എന്ത് ചെയ്യാൻ പോണു നീ? ഒന്നല്ലെങ്കിൽ വഴിയിലിരിക്കരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പനി ഡാൻസ് സ്കൂളിൽ നിന്ന് കിട്ടിയാ? അറിയത്തില്ല എന്താന്ന്, എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു. പാമ്പരിപ്പുണ്ട്. ഗുളികയൊന്നുമില്ലേ? ഒരു കാര്യം ചെയ്യ്, നീ അത് വാങ്ങിച്ചോണ്ട് വരാം. ഞാൻ പോയിട്ട് ഓടിച്ചോണ്ട് വരാം. അവനില്ല, എവിടെ അവൻ മേടിച്ചിട്ട് വരും. ഏട്ടനോട് പറയാം ഇത് കൊണ്ടുപോയിക്കോട്ടെ. ഞാൻ എവിടെയെങ്കിലും എടുത്ത് വെക്കരുത്. എന്നിട്ട് എന്റെ പൊന്നെ ഇന്ന വേണ്ട. കുറച്ച് ആവി പിടിക്കും. എന്നാ എനിക്ക് വേണ്ട. ഇന്ന് ഞാൻ എടുത്തോടി. അയ്യോ വേണ്ടേ വേണ്ട. ഇന്ന അതെ നീ കുറച്ച് ആവി കൊള്ളു, നല്ലതാ. വരാൻ പറ്റൂലല്ലോ അല്ലേ നാളെ? ഇനിയിപ്പൊ എങ്ങനെയാ വണ്ടി ബുക്ക് ചെയ്തില്ല? ഇത് ഈ പനിയും വെച്ചിട്ട് ഞാൻ വണ്ടി കയറി വന്നിട്ട് എല്ലാവർക്കും കൂടെ കിട്ടണോ? ഇപ്പൊ റെസ്റ്റ് എടുക്കും. പിള്ളേരെല്ലാം കൂടി ഞാൻ നോക്കണം. പെൺകൊച്ചിൻ്റെ ഒരു കോലവേ കഷ്ടം. നല്ല അപ്പിച്ചിപ്പഴം പോലെ ഇരുന്ന പെണ്ണ. ഇപ്പം ഇരിക്കണ പോയിക്കാണ് പായസത്തിൽ വീണ മറ്റേ മുന്തിരിങ്ങ പോലെ ആയി. അതെ, ഒരു കോലമായി അവള്. പഴയ സൗന്ദര്യം എല്ലാം പോയി. അതിന് സ്വസ്ഥതയില്ല, സമാധാനവും ഇല്ല ജീവിതത്തിൽ. എങ്ങനെ കിട്ടും? മറ്റവൻ്റെ കൂടെ അല്ലേ അവൻ സ്റ്റേഷനിൽ പോയി ആളുകളെ കാണിക്കണതിൻ്റെയൊക്കെ പ്രാക്ക് മുഴുവൻ എൻ്റെ കൊച്ചിൻ്റെ. കറക്റ്റ്. ഇനിയിപ്പോൾ അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടെ ഉള്ളവരുത്തിയെ പറഞ്ഞാൽ മതിയല്ല. വർഷങ്ങൾക്ക് മുമ്പ് അവൾ കാണിച്ചൊരു തോന്നിയ ദിവസമല്ലേ ഇപ്പം നമ്മൾ കുടുംബക്കാരെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കണേ. ഭർത്താവേ ഇത് തന്നെ. അല്ലേ അല്ലേ ആ എണീര് ഒരു ചായ ഇട്ടാ. എത്ര മണിയായിട്ടോ? നേരം വെളുത്ത്. ഭയങ്കര ശരീരം വേദന. ശരീരവേദന, തലവേദന. തലവേദന കുറച്ചു നേരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റാ മതിയാ? ചൂടുണ്ടല്ലോ എനക്ക്. ഒരു കാര്യം ചെയ്യാം. അയ്യോ ഏട്ടാ അവിടെ എങ്ങും തൂക്കണ്ടെന്ന്. ഇവിടെ മാത്രം തൂത്താ മതി. ഇങ്ങ് വാ. ചെടി കണ്ട ഈ ചെടിയുടെ ഇടയിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വീടും പരിസരം എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം നമ്മള്. അതൊക്കെ എന്റെ തല മുങ്ങിട്ട് ഞാൻ തൂത്തോളാം. ആരെങ്കിലും കണ്ടിട്ട് വന്ന നാണക്കേടായിട്ടാ. ആരെങ്കിലും കണ്ടിട്ട് വന്ന നാണക്കേടാന്ന്. നമ്മുടെ നമ്മളിവിടെ അല്ലേ? ഇപ്പൊ ഞാൻ തൂത്തോണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? എനിക്ക് അവരങ്ങനെ ആളുകൾ കാണുന്നവരങ്ങനെ പറയത്തൊന്നുമില്ല. നമ്മൾ ആളുകളെ വലിയ വാതിക്കയിൽ ഇരുന്നിട്ട് കനകനെ കൊണ്ട് ജയിപ്പിച്ചെന്ന് പറയും. അങ്ങനെയൊന്നും ഇല്ലടി. ഇതൊക്കെ സത്യമായി ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൂടെ ചെയ്യേണ്ടതാണ്. നിന്നെ കൊണ്ട് മാത്രം ജോലി ചെയ്യാൻ പാടില്ല. ഇതാ അവിടുത്തെ അറ്റത്ത് കൊണ്ട് കൂട്ടി വെച്ചേക്ക്. ഇതവിടെ ഇവിടെ ഇതവിടെ കൂട്ടി വെച്ചേക്ക്. ഞാൻ അവിടുന്ന് വാരിക്കോളാം. അല്ലല്ല, ഞാൻ എൻ്റെ രീതിയിലാണ് ചെയ്യണത്. മനസ്സിലായില്ലേ? ഇത് പെണ്ണുങ്ങളെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ വൃത്തി കാണില്ല. നീ ഇപ്പം നോക്കാൻ ഇവിടെ കിടന്ന് ഉറങ്ങാണ്ട് വെക്ക്. അതാണ് രീതി. ഞാൻ കാലം കണ്ടു മാറ്റി കാലം പൊളിക്ക്. ഇച്ചിരി നേരം കിടന്നോട്ടെ. വയ്യപ്പോൾ കിടന്നോ. കട്ട എങ്ങനെയുണ്ട്?
കൊള്ളാം കൊള്ളാം. പോയി മൂടി പതിച്ച് കിടന്നോ. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി മച്ചമ്പി വീടാകെ തൂത്തു തുടങ്ങി വീടെല്ലാം ഐശ്വര്യം കൊണ്ടു നിറഞ്ഞു ലില്ലിപ്പെണ്ണിനത് കണ്ടു അഹങ്കാരം മൂത്തു. എന്താടാ ഇത് എന്താണ് ഈ കാണുന്നത്? തൂക്കുന്നു. എന്നാലും ഇത്രയും വലിയൊരു CPO ആയ മച്ചമ്പി വീട് തൂക്കുക എന്ന് പറഞ്ഞാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് നടക്കണം. എടാ അവനവന്റെ വീട്ടിൽ ഒരു ജോലി എന്ന അഭിമാനമായിട്ട് കാണണം. അതാണ് ആണ്, മനസ്സിലായില്ലേ? കുറെ നാളെ അഭിമാനം കണ്ടിട്ടില്ലല്ലോ. ആവശ്യം വരുമ്പോ ആണുങ്ങൾ പുറത്തേക്ക് ഇറങ്ങും. ആവശ്യം വരുമ്പോ നീ ആവശ്യം വന്നാലും ഇറങ്ങൂലടാ. എടാ കുനിഞ്ഞിട്ടൊരു കുപ്പ എടുക്കാറുണ്ടാ നീ? ദേ ഇതാ ഞാൻ പറഞ്ഞത്. നാട്ടുകാരെ കണ്ട കളിയാക്കുന്നു. ഇപ്പൊ അച്ഛൻ വരെ കളിയാക്കി തുടങ്ങി. അത് ഞാൻ വെറുതെ എന്റെ മച്ചമ്പെടുത്തു നീ വൈകി പോയി കിടക്കും. പോന്നേ. നീ ഇങ്ങോട്ട് ചെയ്വിടണ്ട. മച്ചമ്പി തൂത്ത് തൂത്ത് നല്ല ആയിപ്പുണ്ട്. അന്നേരം ഒന്ന് വെള്ളം കുടിപ്പിക്കുന്നത് ആരാഞ്ഞ് ആണ്ട് കഥയ്ക്കുന്നല്ല. ഇങ്ങനെ പറഞ്ഞ പെട്ടെന്ന് ഞാൻ എടാ പോലീസ് ക്യാമ്പിൽ എന്തോ ഒരു പണിയെടുക്കുന്നവരാണ് നമ്മളെന്നറിയാം. അവിടെ തൂപ്പായിരുന്നു പരിപാടി. തൂക്കണമെങ്കിൽ തൂക്കണം, കഴുകണേ കഴുകണം, ഓടണമെങ്കിൽ ഓടണം, ചാടണേ ചാടണം. അതിപ്പോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തല്ലേ, ഇപ്പോഴത് ഓർത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാലും ചെയ്തത് ചമ്പി മാസ്. ആ അത് കലക്കി. നീ ഇടയ്ക്ക് ഒന്ന് ചെയ്യണം പണി. എന്താ ഞാൻ എന്റെ ജോലി ചെയ്യാൻ വേണ്ടിട്ടല്ലേ വണ്ടി കൊണ്ടുവന്നത്. ഏറ്റവും ഭയങ്കര അത്ഭുതം, എന്താ മുൻകൂർ പൈസ ഒരാൾ വണ്ടി പണിയാൻ തന്നു. ഇപ്പോഴല്ലേ മനസ്സിലായത് എന്തുകൊണ്ടാണെന്ന്. കനകച്ചിലങ്ക കിലുങ്ങി. എന്റെ അമ്മോ, ഒരുപാട് നേരം നിന്നുണ്ടാ. പണ്ടിലെ സിനിമ പറഞ്ഞ കണക്ക് കുപ്പിന്ന് വന്ന ഭൂതത്തിന് പോലും ഇത്രയും ജോലി കാണൂല. അടുത്ത പാത്രം കഴുകൽ മാമാങ്കം. ഓക്കെ, അയ്യോ എന്റെ പൊന്നോ. അയ്യോ ഇല്ലില്ല. ഞാനാ ഇവിടെ തെളിയാതെ കിടന്ന കുറച്ച് കേസുണ്ടായിരുന്നു. അപ്പോൾ സാറ് പുതിയതായിട്ട് കുത്തിപ്പൊക്കിയായിരുന്നു. അതിൻ്റെ ചില അന്വേഷണമായിട്ട് നിൽക്കുന്നു. ചില ഫയലുകൾ വരുതാണ്ടായിരുന്നു. ശരി. ഇല്ല ഓടയല്ലായിരുന്നു, പെട്ടെന്ന് ഇങ്ങനെ രണ്ട് സ്റ്റെപ്പ് കയറി എൻ്റെ ചെയ്യണം അവിടെ. ഞാൻ പിന്നെ വിളിക്കാം. കഴിഞ്ഞേ. അടുക്കി സെറ്റായിട്ട് കഴിയാലും തീരെയില്ല. ഇവിടെയൊക്കെ വൃത്തിയായിരിക്കുകയും ചെയ്യുന്നു. ലില്ലേ സുലിച്ചേച്ചി ഇതെവിടെ പോയി? ഇല്ല ഞാൻ ഇങ്ങോട്ട് വന്നതാ. ആണായിരിക്കും. എന്തുണ്ട്? ഒന്നും പറയണ്ടല്ലേ, ആ തമ്പിച്ചേട്ടനെ കൊണ്ട് എനിക്ക് വയ്യ. എനിക്ക് എന്തുപറ്റി? വല്ലപ്പോഴാണ് പറഞ്ഞത്. വന്നു കഴിഞ്ഞാൽ വെള്ളം അടിച്ചോണ്ട് വന്ന് ചുമ്മാ എന്നെ അങ്ങ് വഴക്ക് കുറച്ചത്. ഞാൻ ഇത് എത്ര നാളുകൊണ്ട് സഹിക്കാൻ തുടങ്ങി. എന്തായാലും ഇങ്ങനെ ഇത് നിർത്താത്തത് അറിഞ്ഞൂടാ. വല്ലപ്പോഴും വല്ല നാടകമുണ്ട്. അതിന് പോയിട്ട് വന്ന് കിട്ടണ പൈസ കൊണ്ട് ഇങ്ങനെ കള്ളു കുടിച്ചു. ഇപ്പൊ എന്താ കാരണം വല്ലതും വേണോ? വെറുതെ ആരുടെയെങ്കിലും വഴക്കൂടാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ കൂടെ വഴക്കൂടാൻ വരും. അടുത്ത് എനിക്ക്
അങ്ങനെ ആകെ വിഷമം കൊണ്ട് ഞാനൊന്ന് കാണാൻ വന്നത്. താഴെ തങ്കം ഇല്ലല്ലോ. ഇല്ല അന്നേ അവരൊക്കെ അമ്പലത്തിൽ പോയി. സുലിച്ചേച്ചി അങ്ങോട്ട് ഇതാ ആരെ കൊണ്ട് പറയിപ്പിക്കുമല്ലേ? ആരെങ്കിലും പേടിയുണ്ടാ പുള്ളിക്ക്? ഒരു കാര്യമല്ല, വീട്ടിൽ പറയാന്ന് വെച്ചാൽ അമ്മയ്ക്കാണെങ്കിൽ ഒട്ടും വയ്യാതിരിക്കണം, അവര് വിഷമിക്കൂലേ. അതുകൊണ്ട് പിന്നെ അതും നിവർത്തിയില്ല. എല്ലാരും പറയണുണ്ട് എൻ്റെ കൂടെ കളഞ്ഞിട്ട് പോകും. എന്ത് ചെയ്യാനെന്ന് പറ. ഒട്ടും സഹിക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. കുറച്ച് പേടിപ്പിക്കാനെങ്കിലും പറയണം ഞാൻ നിങ്ങളോട് ഡിവോഴ്സ് ചെയ്യുമെന്ന്. ഞാൻ നോക്കിക്കോ, ചിലപ്പോൾ ഞാൻ അത് തന്നെ ചെയ്യും, സഹിക്കാൻ വയ്യാതാവുമ്പോഴത്തേക്ക്. സത്യം സുലിച്ചേച്ചിയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി ഇങ്ങനെ ആരും നോക്കും? എനിക്കറിയത്തില്ല, ആരും നോക്കത്തില്ല. വീട്ടുകാർ ഞാൻ എന്തിനിപ്പോ സഹിക്കണോ? കുഞ്ഞുങ്ങളും ഇല്ല, പിന്നെ ഞാൻ ഇപ്പൊ എന്തിനിങ്ങനെ സഹിക്കണം? ഇത് സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പമില്ല, നിൽക്കാന്ന് വെക്കാം, അഡ്ജസ്റ്റ്. ഞാൻ പറയണ സുലിച്ചേച്ചി ഇനി കുടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഒന്നും പറയരുത്. വെളിവ് വീണ് കഴിയുമ്പോൾ പറയണം, ദേ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോകുമെന്ന് പറയണം. നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് പുറത്തോ, എനിക്ക് എൻ്റെ വീട്ടിൽ പോയാൽ എന്നെ അവർ അന്തസ്സായിട്ട് നോക്കിക്കോളൂ എന്ന് പറയണം. അല്ല പിന്നെ വിഷമിക്കണ്ട ചേച്ചി. ചായ വേണം? സഹിക്കാൻ വയ്യാത്തോണ്ട് ഇങ്ങോട്ട് വന്നതാ. സാരമില്ല, ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങൾ. ഞാൻ പോയില്ലെന്ന് എനിക്ക് സുഖമില്ലായിരുന്നു. ശരി എന്നാ. അയ്യോ, എന്നാലും ഞാൻ ഒരു പാത്രം കൊണ്ടുവന്നില്ലേ? അതെവിടെ? തമ്പിച്ചേട്ടൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട പാത്രം. എടുത്തോണ്ട് വരാം. ഇരിക്കേ ചേച്ചി. ഇതെവിടെ പോയി? ചേച്ചി എങ്ങനെ എടുത്തോണ്ട് പോയ? അതിന് എടുത്തോണ്ട് പോകുമ്പോ ഒന്ന് പറഞ്ഞൂടെ? നല്ലല്ലേ പാത്രമാണ്. സുലിച്ചേച്ചി, ഓ അതിവിടെ കാണുന്നില്ല സുലിച്ചേച്ചി. അയ്യോ, എനിക്ക് തോന്നണത് ചേച്ചി എടുത്തുണ്ടാവും. ആണോ? ചേച്ചി വന്നിട്ട് ഞാൻ എടുത്തു വെച്ചേക്കണേ. തമ്പിച്ചേട്ടന് ഇന്നാള് കുറെ പാത്രം കിട്ടിയില്ലേ, അതിന്റെ കൂട്ടത്തിൽ കിട്ടിയതാണ്. നാടകത്തിന് മുമ്പ് ഇതിലേ കൊണ്ടുപോവുള്ളൂ, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. എടുത്തു വെച്ചേക്കണേ. ശരി. എന്റെ ചേച്ചി ഇല്ല എന്ന് പറയാതെ ഒന്ന് പോയി നോക്കിക്കേ. നോക്കിയാലല്ലേ കാണത്തുള്ളൂ. ഒരു കഷ്ടം. അവള് എല്ലായിടത്തും നോക്കിയെന്നല്ലേ പറയുന്നത്. ഇവിടുത്തെ പാത്രം അവള് മനഃപൂർവ്വം ഒളിച്ചു വയ്ക്കും. അമ്മ ഇവിടുത്തെ പാത്രം അല്ല, അത് അങ്ങ് സുലിച്ചേച്ചിയുടെ വീട്ടിലെ പാത്രമാണ്. നിങ്ങൾ അമ്പലത്തിൽ പോയ സമയത്ത് അവരിവിടെ വന്നായിരുന്നു പാത്രവും ചോദിച്ചോണ്ട്. ഇവിടെ കാണാഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ചേച്ചിയുടെ അടുത്തുണ്ടാവും ഒരു വട്ടം എന്ന് പറഞ്ഞു. എന്റെ ലില്ലി, ഇവിടെ കാണാത്ത പാത്രമൊക്കെ അവിടെയാണോ, നമ്മുടെ വീട്ടിലാണോ ഇരിക്കുന്നത്? ആണോ? എന്റെ അടുക്കളയിൽ സ്വതന്ത്രമായിട്ട് കയറുന്ന ആരാ? അതുകൊണ്ട് ചേച്ചിയല്ലേ ഞാൻ കയറുന്നത്? ഇന്നലെ രാത്രി വന്നെടുത്തോ? നീ ഇവിടെ ഉണ്ടായില്ല, ഇന്ന് ഈ പകലല്ലേ ഞാൻ ഇവിടെ ഇന്നലെ ഒന്നും എടുത്തെന്നല്ല പറഞ്ഞത്, ചേച്ചി അതിന് മുമ്പ് എടുത്തിട്ടുണ്ടാവും. ഇതെന്ത് പാടാമേ. നിങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിച്ചൊക്കെ എടുക്കും. നിങ്ങൾ നല്ലതുപോലെ രണ്ടുപേരും അങ്ങോട്ട് നോക്കി. അതാ ഞാൻ പറഞ്ഞത്, ഇവള് തന്നെ എവിടെയെങ്കിലും ഈ ചേച്ചിയുടെ സ്ഥിരം പരിപാടിയാണ്. എന്തെങ്കിലുമൊക്കെ ഇവിടെ വന്ന് എടുത്തിട്ട് പോകും. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഒച്ചിടുമ്പോ ചേച്ചി പറയും അയ്യോ ഞാൻ കണ്ടില്ല. എന്നിട്ട് കുറച്ചു നേരം കഴിയുമ്പോ ലില്ലി അത് അവിടെ അതിന്റെ ഇടയിൽ ഇരിപ്പുണ്ടായിരുന്നു. സത്യമല്ലേ? പറയാറില്ലേ ചേച്ചി? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതിനകത്ത് അവിടെ ഇല്ല. ഒച്ചെടുത്തിട്ട് തല എനിക്ക് പോയതായിരുന്നു. ഭഗവാനെ കണ്ടിട്ട് വന്നാണ്. എന്നെ കൊണ്ട് വെറുതെ ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കല്ലേ ലില്ലി. ബുദ്ധി ഞാനൊന്ന് പറയുന്നേക്ക. നീ ആർക്കെങ്കിലും എന്തെങ്കിലും എടുത്ത് കൊടുത്താ അതില്? പിന്നെ തമ്പിച്ചേട്ടൻ എവിടുന്നോ ഗിഫ്റ്റ് കിട്ടിയ നാടകം കളിച്ചിട്ട് അയാൾ അതിലേ ഭക്ഷണം കൊണ്ടുപോകത്തുള്ളൂ. നീ എവിടെയെങ്കിലും കൊണ്ടൊന്ന് കളഞ്ഞിട്ടുണ്ടാവും, എനിക്കറിയാൻ പാടില്ല. കളയാനാണ്. എന്ത് കഷ്ടമെന്ന് പറ. നിങ്ങൾ രണ്ടുപേരും എവിടെയെങ്കിലും കയറ്റി വെച്ചിട്ടുണ്ടെന്ന് നോക്കിയാ? എനിക്ക് അതാണല്ലോ പണി, ഫ്രിഡ്ജിൽ കയറ്റി വെക്കലല്ലേ. കനക, നിന്റെ ഭാര്യനോട് മര്യാദക്ക് ഇരിക്കാൻ പറയട്ടെ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാനെന്താ മര്യാദയോട് പറഞ്ഞത്? അതെ, ഞാൻ ആ പാത്രം എടുത്ത് വിഴുങ്ങി തരാം. ചേച്ചി എടുത്ത് വിഴുങ്ങി. എന്റെ ഏട്ട അടുക്കളയിൽ ഇരുന്ന സുലിച്ചേച്ചിയുടെ പാത്രം കാണുന്നില്ല. ചേച്ചി എടുത്താന്ന് വെച്ചാ പോയാ? പോയല്ല, അകത്ത് കയറി എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ചാടിത്തുള്ളി അങ്ങോട്ട് കയറി പൊക്കോളും. ഏട്ടൻ കണ്ടായിരുന്ന പാത്രം? ഏട്ടനല്ലേ പാത്രം കഴുകി വെച്ചത്? സുലിച്ചേച്ചിയുടെ ഒരു പച്ച അടപ്പുള്ള ഒരു പ്ലാസ്റ്റിക് വലുത് സുലിച്ചേച്ചിയുടെ വീട്ടിലെ പാത്രമായിരുന്നത്. എന്താന്നാടാ നീ പന്തം കണ്ട പരിചഴിയെ പോലെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്? കണ്ട എന്തെങ്കിലും തീരുമാനം ഇപ്പൊ എടുക്കണം. ഇവിടെ കിടന്ന് ബഹളം ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞേക്കാണ്. ഞാൻ എൻ്റെ പാട്ടിന് പോവുകയാണ്. കാള പറ്റെന്ന് പറയുമ്പോൾ കയറെടുക്കുന്ന സ്വഭാവമാണ് ലില്ലിയുള്ളത്. പിന്നെന്തോ ചെയ്യും? കണ്ട അമ്മ എപ്പോഴും ലില്ലിനെ കുറ്റം പറയത്തുള്ളൂ. മോളെ എപ്പോഴും വെള്ളം പൊതിപ്പിച്ച് തീർത്തു. മര്യാദക്ക് വിളിച്ചേ ചേച്ചീനെ. വിളിച്ചേട്ടാ. ഞാൻ എന്താ പറഞ്ഞ ചേച്ചിയോട്? ചേച്ചി കട്ടെടുത്തെന്ന് ഞാൻ പറഞ്ഞ? ഇല്ലല്ലോ, ഞാൻ പറഞ്ഞത് അകത്ത് പോയി നോക്കാനാ പറഞ്ഞത്. ചേച്ചിക്ക് അത് പറ്റത്തില്ല. ഇവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. വിളിച്ചേ,
ഞാൻ ഇത് വിടത്തില്ല, വിളിച്ചേ. എടി, ചേച്ചി എടി, ഇങ്ങോട്ട് വന്നേ ചേച്ചി. എന്ത്? അതെ മറ്റേ പച്ചപാത്രമല്ലേ ആ പച്ച അടപ്പുള്ള പാത്രം, പ്ലാസ്റ്റിക്കിന്റെ. അത് ഞാൻ എല്ലാ പാത്രം കഴുകിയതിന് ശേഷം ആ തുടച്ചൊക്കെ വൃത്തിയാക്കിയ സമയത്ത് അത് അവിടെ ഇരിക്കാൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കഴുകാൻ പറ്റുന്നത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. എവിടെ എടുത്ത് മാറ്റി വെച്ചേ? അവിടെ പറയാൻ പാടില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞെന്നറിയോ ചേച്ചീനെ? ആ അല്ലേ പച്ചടപ്പുള്ള പാത്രം എന്നല്ലേ പറഞ്ഞ, അല്ലാതെ അക്ഷരമൊന്നും മാറ്റിയല്ലേ പറഞ്ഞത്. വാ എടുത്തതാ. എവിടെ ഇരിക്കണത്? ഇനി ചേച്ചിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? വന്നേ വാ. അല്ല അവിടെ ഏ? ഇവിടെ ഇവിടെ എന്താണ് വെച്ചത്? ഇവിടെ കൊണ്ടുവച്ചാ? എവിടെയാന്ന്? ആ പാന് ഇന്ന് ചേച്ചി അടുത്തൊന്ന് പറഞ്ഞിട്ട് വരാം. എഴുകണ്ട. ഇതെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടെ ഇവിടെ എന്താണ് വെച്ചത്? വെച്ചതാ? ഇവിടെ എന്തിനാ കൊണ്ടുവച്ചത്? ഈ കാട്ടിൽ കൊണ്ട്? എന്ത് കേട്ടോ നിന്ന് പരിങ്ങുന്നത്? സൂക്ഷിച്ചോ. എന്തുവാന്ന്? എന്താ ഏട്ടാ? ഇവിടെയാണോ കൊണ്ടുവന്ന് വെച്ചത്? അല്ല എല്ലാം കഴുകി തീർന്ന് തുടച്ച് മുഖമൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നോക്കുമ്പോൾ ഇത് ഇരിക്കുന്നു. അപ്പൊ കഴുകാൻ മടിച്ചിട്ട് ഇവിടെ കൊണ്ട് വെച്ചു. ഇവിടെ കൊണ്ട് വെച്ചില്ല ഏട്ടൻ, ഇവിടെ കൊണ്ട് ഇങ്ങോട്ടൊക്കെ എടുത്ത് എറിഞ്ഞ്. എന്ത് പണിയാട്ടോ ഏട്ടൻ കാണിച്ചത്? ഇതിന് പാത്രം കഴുകാൻ പറ്റുന്നത് മടിയാന്ന് പറഞ്ഞിട്ട് എടുത്ത് എറിയാണോ ചെയ്യേണ്ടത്? വല്ലാത്തൊരു ചതിയായി പോയല്ല. ഇതിപ്പോ കിട്ടിയില്ലായിരുന്നു ഞാൻ അവരോട് എന്ത് സമാധാനം പറഞ്ഞേനെ? വേറെ മേടിച്ചു കൊടുക്കും. മേടിച്ചു കൊടുക്കാന്നാ? ഇത് വല്ലാത്തൊരു സഹായിക്കലായി പോയി. അപ്പൊ ഞങ്ങളെയൊക്കെ സമ്മതിക്കണമല്ലോ ഏട്ടാ. പാത്രം കഴുകി കഴുകി മടുക്കുവാണല്ലോ ഞങ്ങള്. ഇത് അന്ന് എന്റെ കാണാതെ പോയി ഗ്ലാസ്. അന്ന് കാലുമായിരുന്നപ്പോ കഴിയുമ്പോ എന്റെ ദൈവമേ, എനിക്ക് വയ്യ. ഒരെണ്ണോടുണ്ട് എന്റെ കാണാതെ പോയ പാത്രം. ഇതും അതെ ഏട്ടാ, ഈ പാത്രത്തിന്റെ ഒക്കെ പേരിൽ ഞാൻ എന്തുമാത്രം ചേച്ചിയോട് ഇടി വെച്ചിട്ടുണ്ടെന്ന് അറിയോ? ഏട്ടൻ എന്നെ സഹായിക്കാൻ കയറുമ്പോഴത്തേക്ക് ഓരോരോ പാത്രങ്ങൾ കഴുകാൻ ഇഷ്ടമില്ലാത്തൊക്കെ ഇങ്ങനെ എടുത്ത് എറിയുമായിരുന്നാ ചെയ്തോണ്ടിരുന്നത്. എന്റെ ദൈവമേ, മാർക്ക ഇനി എനിക്കുണ്ട്. ഇത്രയൊക്കെ കാണുള്ളായിരിക്കും. ഇത്രയൊക്കെ കാണുള്ളായിരിക്കും. ഇവിടെ ഇനി ഒരാളെ വെച്ച് കളപ്പിച്ച് നോക്കണം എന്തൊക്കെ ഉണ്ടാവുമെന്ന്. എന്ത് പണിയായിട്ട് ഏട്ടൻ കാണിക്കുന്നത്? ഇനി വേറെ എന്തെങ്കിലുമൊക്കെ എടുത്തെറിഞ്ഞിട്ടുണ്ടാ? അലക്കിയിട്ടില്ല. എനിക്ക് വയ്യാതൊക്കെ കിടക്കുമ്പോ ഏട്ടൻ അലക്കൊക്കെ ചെയ്യാറുന്നില്ലേ? എന്റെ ഡ്രസ്സോ അമ്മയുടെ ഡ്രസ്സോ പിള്ളേരുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തെറിഞ്ഞിട്ടുണ്ടാ? ഒരു കമ്പിളി തട്ടിനെ വെളി ദയവ് ചെയ്ത് എന്നെ സഹായിക്കാന്നുള്ള പേരിൽ ഇനി അടുക്കളയുടെ ഏരിയയിലോട്ട് പോലും ഏട്ടൻ വന്നേക്കരുത്. എനിക്ക് വയ്യെങ്കിൽ അവിടെ കിടക്കും ഞാൻ. എനിക്ക് സുഖമാകുമ്പോ എന്തെങ്കിലും വെച്ചുണ്ടാക്കി തരും കേട്ടല്ലോ. വാ. എന്റെ പൊന്നോ, ഇതൊരു അതിക്രമം തന്നെ ആയിപ്പോയി. ഇതും കൂടെ എടുത്തോ. ഒരെണ്ണം കൂടെ ഉണ്ട്. പോയെടുക്ക്. Audience.